ഐ തിങ്ക് ലാസ്റ്റ് 8 years ആയിട്ട് നിങ്ങൾക്ക് ഇതുണ്ടായിരുന്നു അല്ലേ? ക്ലിനിക് ഒരു 8 years ആയിട്ട്. അത് 15 കൊല്ലമായിട്ട് അന്തസ്സോടെ ജോലി ചെയ്തിട്ട് പിന്നെ വരുന്ന ഒരു കൺസേൺ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ എന്താ അറിയോ, വേറെ വിഷയത്തിൽ നമുക്കിപ്പോ സത്യം വിളിച്ച് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ആ കുട്ടിയുടെ മുഖത്ത് വല്ല പൊള്ളലോ പിമ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി കുറേ ക്ലിനിക്സിൽ പോയിട്ട് ഈ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അവർക്ക് വന്നിട്ട് കൊളാബ് വേണം, എന്താ പറയുക, ഫ്രീ ആയിട്ട് വേണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പറയും കൂടെ ചെയ്തു. മഞ്ജു വാര്യർ തൊട്ട് ആ ലെവലിൽ തെലുങ്ക് ഫിലിം ആർട്ടിസ്റ്റ് തൊട്ട് എല്ലാവരും നമുക്ക് പേയ്മെന്റ് ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗിൽ കയറിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഇതുവരെ ടാപ്പ് ചെയ്ത് ഫിലിം സ്റ്റാർസ് വരെ അവരുടെ ക്ലയൻസ് ആണ്. ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പിന്നെയും മൈ വേ ബൈ കല്യാണി തന്നെയാണ്, അതായത് പാർട്ട് 2. സത്യം പറഞ്ഞാൽ പാർട്ട് 1 ചെയ്തപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പാർട്ട് 2ൽ ഒരു ട്വിസ്റ്റ് വരുമെന്നുള്ളത്. ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞപ്പം അത് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എല്ലാ യൂട്യൂബേഴ്സിന് ഒരു നാണം കെട്ട പേര് ഉണ്ടാക്കി തന്നതാണ് മൈ വേ ബൈ കല്യാണി. നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ എന്തായാലും മുന്നോട്ട് വരാം. എന്താണ് എക്സാക്ട്ലി എന്ന് ഞാൻ എല്ലാം പറയാം. പക്ഷേ അതിനു മുന്നേ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. എന്നാലേ ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ ജനങ്ങളുടെ ഇടയ്ക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം, ഒരു വീഡിയോ ക്ലിപ്പ്. അതൊരു കോൺവെർസേഷൻ ആണ് കേട്ടോ. അതായത് മൈ വേ ബൈ കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്കകത്ത്, ഡോക്ടറിൻ്റെ അടുത്ത് പോയായിരുന്നു ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട്, ഫേസിൻ്റെ അകത്ത് ചില ഇഷ്യൂസ് കാരണം കൊണ്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് പുള്ളിക്കാരത്തി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നമ്മൾ പാർട്ട് 1 എന്തായാലും ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്കിപ്പോൾ അറിയാം. അപ്പം കല്യാണി പോയി കൺസൾട്ട് ചെയ്ത ഡോക്ടർ, അതായത് ക്ലിനിക്കിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞില്ലായിരുന്നോ മൈ വേ ബൈ കല്യാണിയുടെ വീഡിയോയിൽ? അപ്പം ആ ക്ലിനിക്കിലെ ഒരു ഡോക്ടറുമായിട്ട്, അതായത് കല്യാണി കൺസൾട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഡോക്ടറിനായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറേ എക്സ്ക്ലൂസീവ് റെക്കോർഡിങ്സ് ആണ് നമുക്ക് എൻ്റെ ചാനലിൽ കൂടെ, ബിയോണ്ട് ദ സീൻസ് ചാനലിൽ കൂടെ അത് ഞാൻ പോസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ റെക്കോർഡിങ്സ് നിങ്ങൾ എന്തായാലും കേൾക്കണം. അതിനു മുന്നേ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, യൂട്യൂബർ ആണെന്ന് വിചാരിച്ച് കല്യാണി ചെയ്തത് ഉറപ്പായിട്ടൊരു തെറ്റാണ്. ഒരു യൂട്യൂബറും 3 ലക്ഷം ഫാമിലി ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെന്ന് വേറെ അടുത്ത് യൂസ് ചെയ്ത് സംസാരിക്കുന്നത് വളരെ തെറ്റാണ് കല്യാണി. അപ്പം നമുക്ക് എന്തായാലും റെക്കോർഡിങ്സ് താഴെ കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് ലാസ്റ്റ് 8 years ആയിട്ട് നിങ്ങൾക്ക് ഇതുണ്ടായിരുന്നു അല്ലേ? ക്ലിനിക് ഒരു 8 years ആയിട്ട്. അത് 15 കൊല്ലമായിട്ട് അന്തസ്സോടെ ജോലി ചെയ്തിട്ട് പിന്നെ വരുന്ന ഒരു കൺസേൺ ഉണ്ടായിട്ടില്ല. കേരളം ഇപ്പൊ കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ, ട്രിവാൻഡ്രമായിട്ട് നമുക്കിപ്പോ ക്ലിനിക്കും ഈ പറഞ്ഞ ഇതിന് സംബന്ധമായിട്ടുള്ള കുറെ ബിസിനസ്സുകളും നമുക്ക് 15 കൊല്ലമായിട്ട് കുറെ നീ പറഞ്ഞ മാതിരി സെലിബ്രിറ്റീസും ആക്ടേഴ്സും ഈ പറഞ്ഞ ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരും ഇപ്പൊ നിങ്ങൾ യൂട്യൂബേഴ്സ് അതെല്ലാവരും നമ്മുടെ ക്ലയൻസ്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളിപ്പം ഈ കോൾ റെക്കോർഡിംഗ് കേട്ടേക്കുന്നത് കല്യാണിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ്, ആ ക്ലിനിക്കിലെ ഡോക്ടറാണ്. എന്തായാലും ആ ക്ലിനിക്കിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ് നമ്മുടെ കൂട്ടത്തിൽ ഫോണിൽ ഉണ്ടായിരുന്നത് ഓപ്പോസിറ്റിൽ. ആദ്യത്തെ റെക്കോർഡിംഗ് നിങ്ങൾ കേട്ടല്ലോ. അതായത് ആ ക്ലിനിക്ക് കഴിഞ്ഞ 15 വർഷമായിട്ട്, ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കാം, കഴിഞ്ഞ 15 വർഷമായിട്ട് അവർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് പല ക്ലയൻസ് ഉണ്ട്, പല പ്രമുഖ ക്ലയൻസ് വരെ അവർക്കുണ്ട്. അതായത് നമ്മുടെ ഫിലിം സ്റ്റാർസ് വരെ അവരുടെ ക്ലയൻസ് ആണ്. അപ്പം വരാത്ത ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം കല്യാണി എങ്ങനെ കൊണ്ടുവന്നെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അത് ഈ കോൾ റെക്കോർഡിംഗിൽ തന്നെയുണ്ട്. എല്ലാവരും രണ്ടാമത്തെ റെക്കോർഡിംഗ് കേട്ട് നോക്കുക. ഇതിപ്പോ സംഭവിച്ചെന്താ വെച്ചാൽ ഈ കുട്ടി എന്റെ ക്ലയന്റ് പേഴ്സണലി, വേറെ ഒരു ഡോക്ടേഴ്സിനല്ല, എന്റെ ക്ലയന്റ് ആയിട്ട് ആളും ആളുടെ ഹസ്ബൻഡും കൂടെ വന്നതോ. വന്ന് 8 മാസം മുന്നേ, ഒരിക്കലും ഒക്ടോബറിലാണ് കുട്ടി ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ സത്യം വിളിച്ചു പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ആ കുട്ടിയുടെ മുഖത്ത് വല്ല പൊള്ളലോ പിമ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഗൈസ്, ആദ്യം വന്നേക്കുന്നത്, അതായത് 8 മാസം മുന്നെയാണ് കല്യാണി ആ ക്ലിനിക്കിൽ പോയേക്കുന്നത്.
പക്ഷെ ആ കല്യാണിയുടെ വീഡിയോയിൽ എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്, ഈയിടെ ഞാനൊരു ട്രിവാൻഡ്രത്ത് ഒരു ക്ലിനിക്കിൽ പോയി എന്ന്. അത് വളരെ കള്ളമാണ്, ശുദ്ധ നുണയാണ് കല്യാണി എല്ലാ വ്യൂവേഴ്സിനെയും പറഞ്ഞു പറ്റിക്കുന്നത്. കല്യാണി അവിടുത്തെ ആ ക്ലിനിക്കിലെ 8 മാസം തൊട്ട് ആ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 8 മാസം തൊട്ട് കല്യാണിയും കല്യാണിയുടെ ഹസ്ബൻഡുമാണ് ആ ക്ലിനിക്കിൽ പോയേക്കുന്നത്. ബാക്കിയുള്ള റെക്കോർഡിംഗ് കേട്ടു നോക്കും. ഇല്ലല്ലോ, ഒന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി കുറേ ക്ലിനിക്സിൽ പോയിട്ട് ഈ എൻഡോഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അവർക്ക് വന്നിട്ട് കൊളാബ് വേണം, എന്താ പറയുക, ഫ്രീ ആയിട്ട് വേണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ പറയും കൂടെ ചെയ്തു. മഞ്ജു വാര്യർ തൊട്ട് ആ ലെവലിൽ തെലുങ്ക് ഫിലിം ആക്ടേഴ്സ് തൊട്ട് എല്ലാവരും നമുക്ക് പേയ്മെന്റ്, നമ്മൾ ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗിൽ കയറിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഇതൊരു ടാപ്പ് ചെയ്ത്. അപ്പൊ നിങ്ങൾ അത് കേട്ടല്ലോ. ഈ സംഭവം ഒക്കെ ഉണ്ടാവുന്ന കാരണം എന്താണെന്ന് നിങ്ങളിപ്പം കേട്ടല്ലോ. അവിടുത്തെ ആ ഡോക്ടറാണ് പറയുന്നത്. അതായത് മൈ വേ ബൈ കല്യാണിയും കല്യാണിയുടെ ഹസ്ബൻഡും ഈ ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞു അവർക്ക് ഒരു കൊലാബ് വേണം. അതായത് അവരുടെ ചാനലിൽ കൂടെ കൊലാബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ്സ് അവർക്ക്, അതായത് ഫ്രീ പ്രൊമോഷൻ ആയിരിക്കാം. അതുമല്ലാതെ പുള്ളിക്കാരത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് വേണം എന്നാണ് ആവശ്യപ്പെട്ടേക്കുന്നത്, ഡോക്ടറിനോട് ആവശ്യപ്പെട്ടേക്കുന്നത്. അതുമല്ലാതെ എന്തായാലും നമ്മളിപ്പം ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ അവരതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കും. വേറെ ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, എന്താണ് അതിനുള്ള റീസൺ. ഇപ്പം ഡോക്ടർ അതാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു സമയത്ത് കല്യാണിയുടെ ഫേസിൽ ഒരു പ്രശ്നമില്ല. ഇവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നവും കല്യാണിയുടെ ഫേസിൽ വന്നിട്ടില്ല. റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണ് കല്യാണി. ആ വ്യക്തിയുടെ വീഡിയോസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഫേസിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അടുത്ത റെക്കോർഡിംഗ് കണ്ടിന്യൂ ചെയ്യുവാണ്. റെക്കോർഡിംഗ് എല്ലാവരും കേട്ട് നോക്കുക. കാരണം എനിക്കെന്തോ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഇപ്പോൾ ഓരോന്ന് വന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കാര്യമല്ലേ ഇവർ പറയണത്. ഒരാൾക്കൊരു സ്കിൻ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്തതിന്റെ അർത്ഥം മറ്റാൾക്കാർ വർക്ക് ചെയ്യാനില്ലല്ലോ. അതിന്റെ ഒരു ഐഡിയോളജി ഞാൻ ഒരിക്കലും എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് നമുക്കങ്ങനെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യാറില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ ആളുകൾ വന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു മെഡിക്കൽ ക്യാമ്പയിനും അവർ നടത്തിയിട്ടില്ല. അവരുടെ പേജിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അതെല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് വ്യൂവേഴ്സ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഉറപ്പായിട്ടും എൻ്റെ വ്യൂവേഴ്സിൻ്റെ മുന്നിൽ അതൊരു തെളിവ് സഹിതം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതാണ് നിങ്ങളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അങ്ങനത്തെ ഒരു ക്യാമ്പയിനും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് പ്രമുഖ നടിമാരാണ്. അത് നിങ്ങളുടെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. പ്രമുഖ നടിമാരാണ് അവരുടെ ക്ലിനിക്കിൽ വന്നിട്ട് അവർക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കി റെക്കോർഡിങ്സ് നമുക്ക് കേൾക്കാം ഗൈസ്. ശരിക്കും സത്യം പറഞ്ഞാൽ വേറെ ഒരു ക്ലിനിക്കായിട്ട് അവർക്ക് ഒരു ഫ്രീ ആയിട്ട് കൊളാബ് ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ഹാർഡ് കോപ്പി എങ്ങനെ തരാം? ഹാർഡ് കോപ്പി എങ്ങനെ തരാം? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ അവർ മൊത്തം ഫയൽ തരുമോ? ഇല്ല. ഡിസ്ചാർജ് സമ്മറിയും അവർ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ അയാളൊരു ഗവൺമെന്റ് ഓഫീസ്, അതും ഹസ്ബൻഡ് പോലീസാണെന്നാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് ഒച്ചപ്പാടും പാടും ക്ലിനിക്കിൽ ഉണ്ടാക്കി വെച്ചാൽ എവിടത്തെ പോലീസാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യത്തെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വെഹിക്കിൾ ഇൻസ്പെക്ടർ, നിങ്ങൾ ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലേ, കേസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്ത്. സോ ഗൈസ് നിങ്ങൾ കേട്ടല്ലോ വോയിസ് റെക്കോർഡിംഗ്. ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് വേറെ ഒരു ക്ലിനിക്ക് ഫ്രീ ആയിട്ട് മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്, അതായത് ഒരു കൊലാബ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് കല്യാണി ഇപ്പം കറണ്ട് ആ ക്ലിനിക്കിൽ പോയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമ്മളോട് എന്തുവാണ് അവർ പറഞ്ഞത്? 6 മാസമായിട്ട് അവിടെ ഫേക്ക് ഡോക്ടേഴ്സ് ആണ് എന്നൊക്കെ. പിന്നെ ഡോക്യുമെന്റ്സ്, മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഇൻ ഹൗസ് ഇരിക്കുന്ന ഡീറ്റെയിൽസ് ഒരിക്കലും അവർ പുറത്തോട്ട് കൊടുക്കത്തില്ല. നമ്മുടെ കേരളത്തിൽ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ആശുപത്രിയിൽ നമ്മൾ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു ഫയലുണ്ട്. ആ ഫയലിൻ്റെ അകത്ത് ഡോക്ടേഴ്സ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അത് അവരുടെ ഫയലാണ്. അതൊരിക്കലും നമുക്ക് ആ പേഷ്യൻറ്റിന് തരത്തില്ല. പിന്നെ ബില്ല് അത് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലോ നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് ചെയ്ത ബില്ലുകളെല്ലാം എല്ലാ ആശുപത്രിക്കാരും നമുക്കത് തരാറുണ്ട്. അപ്പം കല്യാണി അത് പറഞ്ഞത് തെറ്റാണ്. അത്
പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമാണ്. ബാക്കി പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് പോലീസ് ഒഫീഷ്യലാണ്, അതായത് MVDയിലാണ് പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പോലീസ് ഒഫീഷ്യലാന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ നടത്തി എടുക്കുക. ഇതെന്തുവാണ് ഇത്? വെള്ളരിക്ക പട്ടണമാണോ? പോലീസിന്റെ പേര് പറഞ്ഞ ഉടനെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കാനായിട്ട്